ഹലോ ഫ്രണ്ട്സ്, ആപ്പിൾ ഫിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമുക്കിന്ന് പരിചയപ്പെടാൻ പോകുന്നത് റിയൽമി 6 IMEI പ്രോബ്ലം, കോമൺ പ്രോബ്ലമാണിത്. യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് IMEI റിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ടൂളുകൾ കാണാൻ പറ്റും. ഹൈഡ്ര ടൂള്, അതുപോലെ പണ്ടോറ ടൂള്, ഇങ്ങനത്തെ ടൂളുകളെ നമുക്ക് ഹൈ പെയ്ഡ് ടൂളുകളാണ്. നമുക്ക് നോർമൽ നമ്മുടെ കയ്യിലുള്ള UMT വെച്ച് നമുക്കിത് എങ്ങനെ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. RMX2151 റിയൽമി 6 ഈ മോഡൽ വരുന്നത് MTKയിലാണ്. MTKയുടെ പ്രോസസ്സറിലാണ് വരുന്നത്. അപ്പോൾ നമുക്ക് UMTയുടെ പുതിയ മോഡലായ MTKയുടെ വെർഷൻ 2 നമുക്കൊന്ന് പരിചയപ്പെടാം. ഈ ഫോണിൻ്റെ കോമൺ കംപ്ലൈൻ്റ് ആണ്, ബേസ് ബാൻഡ് ഉണ്ടാകും, IMEI നമ്പർ ഉണ്ടാകത്തില്ല. അപ്പോൾ അത് ബേസ് ബാൻഡ് ഉണ്ട്. നമുക്ക് ടൂളൊന്ന് പരിചയപ്പെടാം കേട്ടോ. നമ്മൾ ആദ്യം നമുക്ക് ഈ ഫോൺ റിയൽമിയുടെ 6 ഈ മോഡലിന് നമുക്ക് ബൂട്ട് ലോഡർ അൺലോക്ക് ചെയ്യാം. അതിനായി നമുക്ക് നോർമൽ അൺലോക്ക് ടൂള് വെച്ച് നമുക്ക് ചെയ്യാവുന്നതാണ്. അൺലോക്ക് ടൂളിൽ ഒപ്പോയുടെ ഓപ്ഷനിൽ റിയൽമി 6 എന്ന് അടിച്ചു കൊടുത്താൽ നമുക്ക് കാണാൻ പറ്റും അൺലോക്ക് ബൂട്ട് ലോഡർ എന്നുള്ള ഓപ്ഷൻ. ഓപ്ഷനിൽ പോയിട്ട് ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് BROM മോഡ് എനേബിൾ ചെയ്യാം. അതിനായി നമ്മുടെ ഫോണിലെ വോളിയം അപ്പ്, വോളിയം ഡൗൺ രണ്ടും കൂടെ ഒരുമിച്ച് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് USB കണക്റ്റ് ചെയ്യുകയാണെങ്കിൽ BROM മോഡ് എനേബിൾ ആകും. അൺലോക്ക് ആയിട്ടുണ്ട്. നമുക്ക് അടുത്ത ഓപ്ഷനിലേക്ക് നീങ്ങാം. വെർഷൻ 2 എടുത്തിട്ടുണ്ട്. അതിനകത്ത് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഫ്ലാഷ് മോഡ്, സർവീസ് മോഡ് എന്ന് കാണിക്കും. അപ്പോൾ സർവീസ് മോഡിനകത്ത് IMEI റിപ്പയർ ചെയ്യാനുള്ള ഒപ്പോ മെത്തേഡ് സെലക്ട് ചെയ്യുക. IMEI 1, 2 രണ്ടും സെലക്ട് ചെയ്യുക, കോപ്പി പേസ്റ്റ് ചെയ്യുക.
ഡാറ്റ, സെക്യൂരിറ്റി ഡാറ്റകളൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് ബാക്കപ്പ് ആവുകയും റീസ്റ്റോർ ആവുകയും ചെയ്യും. റൈറ്റ് എന്നുള്ള ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞിട്ട് നമ്മുടെ വോളിയം ഡൗണും അപ്പ് ബട്ടണും പ്രസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആദ്യം അതിൻ്റെ ഒരു ലോഗ് ബാക്കപ്പ് ചെയ്യാൻ വേണ്ടി ചോദിക്കും. അപ്പോൾ നമ്മൾ ബാക്കപ്പ് ചെയ്യുക. നമ്മുടെ ആരുടെ പേരിലാണോ ഫോൺ വന്നേക്കുന്നത് അവരുടെ പേരിൽ അത് സേവ് ചെയ്ത് വെക്കുക.